അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തന്നു, 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ലാ സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദാ. ഒരു കാലത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗം ആൾക്കാരെ കുറിച്ചു, 3 വിഭാഗം ഭർത്താക്കന്മാരെ കുറിച്ചു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരിൽ 3 പേര് ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ എഴുന്നേക്ക്, നബി മുഹമ്മദ് മുസ്തഫ എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്, ഇൻഷാ അല്ലാഹ് എഴുന്നേക്ക്. ബിസ്മില്ലാ. ഈ 3 ഭർത്താക്കന്മാർ ആരാ? പറ 3 സ്വലാത്ത്. സല്ലല്ലാഹു പെണ്ണുങ്ങൾ എഴുന്നേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 ഭർത്താക്കന്മാർ ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു. 1 ബക്കറ്റ് എടുക്കാൻ സമയമായോ? ബക്കറ്റ് എടുക്കൽ. അൽഹംദുലില്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിൽ കടന്നു വരേണ്ടത് പ്രവാചകന്റെ ഒരു ഹദീസ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. ആ ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. എന്താ പ്രവാചകൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലാ. വിപത്തുകളെ സദഖ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ബക്കറ്റുമായി സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് ഓടാ, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാ, തലതാഴ്ത്തി നിൽക്കുന്നവർക്ക് തലതാഴ്ത്തി നിൽക്കാ. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്താ, വാപ്പാ ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗത്തിനെ കുറിച്ച് നിനക്കറിയുമല്ലോ. അല്ലാഹുവേ, ഇന്നിവിടേക്ക് വഅദിന് വരുമ്പോഴും കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന പടച്ചവനെ ഒരു പിതാവിനെ കണ്ടിട്ടാണ് കടന്നു വരുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗമുണ്ടല്ലോ. അല്ലാഹുവേ, തന്റെ ശരീരം മുഴുവനും അല്ലാഹുവേ പടർന്ന് പന്തരിച്ചിരിക്കുകയാ. പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, ഒരേ ഒരു കിടപ്പാട് ഒന്ന് വളയുക പോലും ചെയ്യുന്നില്ല. പടച്ചവനെ, 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി. ആ സമയത്തും എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ പിടിച്ചു ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ മനുഷ്യരാ. അല്ലാഹുവേ, പച്ചവെള്ളം പോലും ഇറക്കാൻ കഴിയാതെ എപ്പോഴാണെന്നറിയില്ല മരണം ഇങ്ങനെ പടച്ചവനെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ മക്കളും തന്റെ പിതാവിന്റെ അവസ്ഥ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് വന്നതാ. മോനെ, അറിഞ്ഞില്ലടാ പൊന്നുമോര്. പടച്ചവനെ, നിനക്കറിയുമോ, അങ്ങനെ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ? സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങള്, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗികളെ കാണുന്നവരാ. പടച്ചവനെ, കിഡ്നി തകരുന്ന രോഗം ഇന്ന് വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാ. പടച്ചവനെ, ഡയാലിസിസ് ചെയ്യുന്ന എത്രയോ രോഗികളെ കാണുന്നവരാ. എന്തേ പെങ്ങളെ ചിന്തിക്കാത്തത്? എന്തേ പെങ്ങളെ ചിന്തിക്കാത്തത്? ഇന്ന് നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കാൻ നിന്റെ കയ്യിലില്ലല്ലോ. അവസാനം കിഡ്നി
കിഡ്നി തകർന്നിട്ട് വീടിന്റെ അകത്ത് കിടക്കുമ്പോ 30-40 ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്ക് ആരെങ്കിലും കിഡ്നി തരുമോ എന്ന് തെണ്ടുന്നവരെ കാണുന്നവരാ. നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കൂല. അവസാനം തകർന്നു കിടക്കുമ്പോ 25 ലക്ഷം തരാ, 30 ലക്ഷം തരാ, ആരെങ്കിലും എനിക്ക് ഒരു കിഡ്നി തരുമോ എന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ. അല്ലാഹു അങ്ങനെ ഒരു ഗതി നിനക്ക് തരൂല. 25-30 കൊടുക്കണ്ട. നിന്റെ കയ്യിലുള്ളതിൽ പടച്ച റബ്ബ് തന്നതിൽ നിന്ന് ഒരൽപ്പം കൊടുത്താ അസ്വദഖത്തു റദ്ദുൽ ബലാ. അങ്ങനെ ഒരു ഗതി അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കരുണക്കടലായ അല്ലാഹ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാ തമ്പുരാനു. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർ, ഒരു നേരം മരുന്ന് വാങ്ങാനില്ലാത്തവർ, കിടക്കാൻ ഒരു കൂരയില്ലാത്ത പാവപ്പെട്ടവരുടെ കണ്ണുനീരപ്പുന്ന മക്കളാല്ലോ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു. ഇവരെ നീ കൈവിടല്ലേ അല്ലാ, ഇവരെ നീ കൈവിടല്ലേ അല്ലാ. ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുക്ക്. ഇത് കൊടുത്താ നിനക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അല്ലാഹ് മാറ്റിത്തരും. ഇന്ന് ചിലപ്പോ നീ ഒരു 10 ഇട്ടാ നിന്റെ രോഗം മാറും, ഒരു 50 രൂപ ഇട്ടാ നിന്റെ രോഗം മാറും. പക്ഷെ ഇടൂല, നീ കൈകെട്ടിയിരിക്കും. കിഡ്നി തകർന്നെന്ന് പറയുമ്പോ മാറ്റിവെക്ക 25 എങ്കിൽ 25. വീട് വിറ്റിട്ടാണെങ്കിൽ നീ അതിന് തയ്യാറാകും. നിനക്ക് അല്ലാഹു അങ്ങനെ ഒരു ഗതി തരൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു, പടച്ചവൻ ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഐശ്വര്യവും നീ നൽകിയതിൽ മുഴുവനിലും ബർക്കത്ത് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 4 കാര്യം പടന്നയിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയിട്ട് എന്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട ഒരു ഗതികേട് അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഒരു 4 കാര്യം ഞാൻ പറഞ്ഞുതരാം ഉസ്താദെ. നിസാരമായ 4 കാര്യങ്ങൾ. ഈ 4 കാര്യം ഇന്ന് മുതൽ സൂക്ഷിക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക്. നിനക്ക് അല്ലാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരൂല. കൈപൊക്ക്. മനസ്സുള്ളവൻ പൊക്കിയാൽ മതി, എല്ലാത്തവൻ പൊക്കണ്ട. നിനക്ക് ദാരിദ്ര്യം വേണമെങ്കിൽ നീ പൊക്കാതിരുന്നു. ഇൻഷാ അല്ലാഹ്. വേണ്ടവർ കൈപൊക്ക്, വേണ്ടവർ കൈപൊക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ. താല്പര്യമുണ്ടോ? എന്താ പെണ്ണുങ്ങളെ വേണോ? നിനക്ക് ബറക്കത്ത് വേണോ? അല്ലാഹു ഒരു കാലത്തും ഒരുത്തന്റെ മുന്നിലും പോയിട്ട് ശരീരം വിറ്റിട്ട് ജീവിക്കേണ്ട ഗതികേട് നിനക്ക് തരൂല. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരു അവസ്ഥ അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആഗ്രഹമുള്ളവർ കൈപൊക്ക്. ഇന്ന് മുതൽ സൂക്ഷിക്കാം. ഇന്ന് മുതൽ താല്പര്യം ഉണ്ടെങ്കിൽ പൊക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ. ചിലപ്പോൾ നീ ഒറ്റ ആമീന്റെ പേരിൽ രക്ഷപ്പെട്ടു പോകും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇതിപ്പോ നിങ്ങൾക്ക് മടുത്തു തുടങ്ങിയ നിർത്തണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോ ഞാനെന്തോ നിങ്ങളോട് എന്തോ ശത്രുത വെച്ചേക്കണ പോലെ, എന്നെ ഇങ്ങനെ കൊന്നു തിന്നാതിരിക്കണ പോലെ. നിർത്തണമെങ്കിൽ അത് പറഞ്ഞാൽ പോലെ. നിർത്തട്ടെ? വേണ്ട. അപ്പൊ 4 കാര്യം ഇൻഷാ അല്ലാഹ് സൂക്ഷിക്കോ. നിന്റെ നാവ് കൊണ്ട് ഒരു 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 1 ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? പറ മനുഷ്യന്മാരെ, ചെയ്യൂലേ? 1 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റാൽ അല്ലാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 1 സുബഹിക്ക് തന്നെ എഴുന്നേക്കണില്ല ഉസ്താദെ, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്? സുബഹിക്ക് എഴുന്നേക്കുന്നവനല്ലേ ഇതൊക്കെ? ആരെങ്കിലും സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനൻ അള്ളാന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. ഒക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് അള്ളാഹിന്റെ ശാപം വാങ്ങി നീ നശിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മുന്നിൽ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന് ശാപം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സുബഹിക്ക് മുമ്പേ എഴുന്നേക്കണം. എഴുന്നേറ്റ എന്താ? തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിക്കുക. അൽഹംദുലില്ലാ. സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുക. രണ്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, വഖ്തെത്തുന്നതിന് മുമ്പേ വുദുവെടുക്കുക. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വുദുവെടുക്കുക എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വുദുവെടുത്തു. ആരെങ്കിലും വഖ്തെത്തുന്നതിന് മുമ്പ് നിത്യമായിട്ട് വുദുവെടുക്കുന്നവനുണ്ടെങ്കിൽ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2, 3 എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, ഒളുവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒളുവെടുത്തു. എന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറിയാൽ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ കയറിയിരുന്ന അള്ളാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ കാര്യം, ഒളുവെടുത്തിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറാം. കയറൂലല്ലോ, ഇക്കാമത്ത് കൊടുത്താൽ കയറൂലല്ലോ. പള്ളിക്കകത്ത് ഇക്കാമത്ത് കൊടുത്ത് ഇമാമ കൈകെട്ടിയാലും പുറത്തുനിന്ന് ചർച്ചയാ. അങ്ങനത്തെ കാലഘട്ടമാണ്. പെങ്ങളെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, ഒളുവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നീ മുസല്ലയിൽ കയറിയിരിക്കുക. അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4-ാമത്തെ കാര്യം, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. വിത്ർ നമസ്കാരത്തിന് ശേഷം പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കിയാൽ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതെങ്ങനെ? ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടല്ലേ പച്ചയിറച്ചി ഇങ്ങനെ റോഡിൽ നിന്നിട്ട്, പള്ളിയുടെ മുന്നിൽ നിന്നിട്ട്, എടാ വീട്ടിൽ പോകുന്നതിന് മുമ്പേ അന്ന് കിട്ടിയ ചെയ്ത അമല് മുഴുവനും നാട്ടുകാർക്ക് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോഴല്ലേ വീടിൻ്റെ അകത്ത് കയറി ഭക്ഷണവും കഴിച്ച് കയറി ഇരുന്നിട്ട് ടവർ കത്തിക്കുന്നത് മൊബൈലിലൂടെ. അള്ളാഹു അലല്ലേ, അപ്പോഴല്ലേ കാമുകനെ വിളിക്കുന്ന സമയം, അപ്പോഴല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് ദാരിദ്ര്യം വരും പെങ്ങളെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക. അള്ളാഹു നിനക്ക് ബർക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. അള്ളാഹു ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിനക്ക് ഞാൻ 2 പെണ്ണുങ്ങളെ പറഞ്ഞു തരാ. 2 പെണ്ണുങ്ങളെ പഠിക്കാറ് സീരിയൽ നടിമാരെ പോലെയല്ല, നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന 2 പെണ്ണുങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. നീ എങ്ങനെയാകണേ പൊന്നുമോളെ, നീ എങ്ങനെയാകണേ പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് പടന്നയിലെ പെണ്ണുങ്ങൾക്ക് കണ്ടുപഠിക്കാൻ ഒരു പെണ്ണിനെ പറഞ്ഞു തരുന്നു. നിന്നെ കൊണ്ട് കഴിയുമോ പൊന്നുമോള്? ആകാശദൂത കണ്ടാ കരയുമെന്നെല്ലാവർക്കും അറിയാം. കരയാതെ ഏതെങ്കിലും ഒരു മനുഷ്യനാ സിനിമ കണ്ടു തീർത്താൽ അവന് സമ്മാനം കൊടുക്കുമെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഞാൻ പറയുന്ന ഈ പെണ്ണിന്റെ ചരിത്രം നിന്റെ കണ്ണ് നിറയാതെ നിനക്കൊന്ന് വായിക്കാൻ കഴിയുമോ? ഒരു ഭാര്യ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ആ ഭാര്യയുടെ ചരിത്രം പടന്നയിലെ ഏതെങ്കിലും ഒരു പെണ്ണിന് കണ്ണ് നിറയാതെ, മനസ്സ് വേദനിക്കാതെ ആ പെണ്ണിന്റെ ചരിത്രം ഒന്ന് വായിച്ചു തീർക്കാൻ കഴിയുമോ? ഏത് പെണ്ണെന്നറിയുമോ? ഭർത്താവിനെ വല്ലാതെ സ്നേഹിച്ച പെണ്ണാ, ഭർത്താവിനെ വല്ലാതെ ഖിദ്മത്ത് ചെയ്ത പെണ്ണാ. എന്ന് ഭർത്താവ് രോഗിയായി കഴിഞ്ഞ ഭർത്താവിനെ കളഞ്ഞിട്ട് കണ്ടവന്റെ കണ്ടവന്റെ കൂടെ നാട് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. ഭർത്താവിനെ തിരിഞ്ഞു നോക്കാത്ത പെണ്ണുങ്ങളുടെ കാലവാ. ഭർത്താവിനെ കുത്തുവാക്കും പരിഹാസവും പറയുന്ന പെണ്ണുങ്ങളുടെ കാലവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ വായിച്ചു നോക്കണ്ട ചരിത്രം ആരുടെ ചരിത്രമെന്നറിയോ? മഹ്ദി റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ. റഹ്മത്ത് ബീബി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. അല്ലാഹുവേ, ആരുടെ ഭാര്യയാണെന്നറിയുമോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം.
അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്കണം പെങ്ങള്. പടച്ചവരെ, ആ റഹ്മത്ത് ബീബി ആരെന്നറിയുവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. ലോകത്ത് ഒരു മനുഷ്യനും കൊടുക്കാത്ത ഒരു രോഗമാണ് അല്ലാഹു കൊടുത്തത്. റബ്ബേ, ശരീരം മുഴുവനും ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്, വല്ലാത്ത ദുർഗന്ധമാണ്. പടച്ചവനെ, അവസാനം ജനങ്ങൾ രോഗം പടരുമെന്ന് പറഞ്ഞിട്ട് അയ്യൂബ് നബി ആട്ടി ഓടിക്കുകയാ. 81 വർഷക്കാലം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും ഒരു ജനത മുഴുവനും അയ്യൂബ് നബി ആട്ടി ഇറക്കുമ്പോ നടക്കാൻ കഴിയാതെ വേച്ച് വേച്ച് നടന്നു പോകുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം ഓടി വന്ന് കയ്യിൽ പിടിച്ചിട്ട് റഹ്മത്തെന്ന് പറയുന്ന ഭാര്യ അവിടെന്ന് പറഞ്ഞു, നബിയേ, അവസാനം വരെ ഞാൻ കൂടെയുണ്ട് നബിയേ, ആര് കൈയൊടിഞ്ഞാലും ഞാൻ കൂടെയുണ്ട് നബിയേ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല നടക്കുകയാ. പെങ്ങളെ, ഒരാളും അയ്യൂബ് നബിയുടെ അടുത്ത് വരുന്നില്ല. കാരണം വല്ലാത്ത ദുർഗന്ധമാണ്, നടക്കാൻ കഴിയുന്നില്ലോ. അയ്യൂബ് നബിയുടെ മാംസങ്ങൾ ഇങ്ങനെ ഇളകി താഴെ വീഴുകയാ, എല്ലുകൾ വെളിയിൽ കാണുകയാ. പടച്ചവനെ, റഹ്മത്ത് ബീബി ചെയ്തതെന്തെന്നറിയോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴുന്നത് കണ്ടപ്പോ അടുത്തു ചെന്നിട്ട് സഹിക്കാൻ കഴിയാതെ അവിടെന്ന് പറഞ്ഞു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അല്ലാഹുവേ, എന്റെ രോഗമൊന്ന് ശിഫയാക്കി താ അല്ലാഹ് എന്ന് ദുആ ചെയ്താ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റിത്തരുമല്ലോ. നിങ്ങൾ എന്തേ ദുആ ചെയ്യാത്തത്? അതാ പറയുന്ന പെണ്ണേ റഹ്മത്ത്, എനിക്ക് അല്ലാഹുവോട് പരാതി പറയാ മടിയാ, എനിക്ക് അല്ലാഹുവോട് പരാതി പറയാ മടിയാ. ഞാൻ ഒരിക്കലും അല്ലാഹുവിനോട് ദുആ ചെയ്യില്ല. എന്നെ നോക്കി നോക്കി മടുത്തെങ്കിൽ നീ നിന്റെ വഴി നോക്കാ റഹ്മത്ത് ബീവിയോട് പറഞ്ഞു കൊടുക്കുമ്പോ, പെങ്ങളെ, ഒരു ഉമ്മതന്റെ കുഞ്ഞിനെ ചുമക്കുന്നത് 9.5 മാസമാ, കൂടിപ്പോയാൽ 10 മാസമാണ്. എങ്കിൽ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ രോഗം പിടിച്ച് എല്ലും തോലുമായ അയ്യൂബ് നബിയെ ചുമന്നത് എത്ര കൊല്ലമാണെന്നറിയോ? അയ്യൂബ് നബിക്ക് നടക്കാൻ കഴിയില്ല. അയ്യൂബ് നബിയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ റഹ്മത്ത് ബീവി എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയുണ്ടല്ലോ, 18 കൊല്ലം ചുമന്നു. കളഞ്ഞിട്ട് പോയില്ല, മറന്നിട്ട് പോയില്ല. 18 വർഷക്കാലം അയ്യൂബ് നബിയെ ചുമന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പടന്നയിലെ ഉമ്മമാര് ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കു പെങ്ങള്. റഹ്മത്ത് ബീവിയുടെ ചരിത്രം നിനക്കൊരു പാഠമാകട്ടെ. രണ്ടാമതൊരു പെണ്ണിനെ പറയുന്നുണ്ട്. അല്ലാ, ഏത് പെണ്ണെന്നറിയോ? റസൂലുള്ളാഹിന് 11 ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ ഒരു ഭാര്യയുടെ പേര് പറഞ്ഞ റസൂലുള്ള കരയുമായിരുന്നു പെങ്ങള്. ഏത് ഭാര്യയുടെ പേരെന്നറിയോ? മഹ്ദി ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറഞ്ഞു പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുമായിരുന്നു. കാരണം വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ, എന്തു പറഞ്ഞാലും ഖദീജ തന്റെ മറ്റുള്ള ഭാര്യമാരോട് പറയുമായിരുന്നു, എന്റെ ഖദീജയെ പോലെയാകണം. എന്റെ ഖദീജ എങ്ങനെയായിരുന്നു? എപ്പോഴും ഖദീജാനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ മഹ്ദി ആയിഷ
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ചോദിച്ചു, നബിയേ, ഈ കിളവിയോട് ഇത്ര സ്നേഹം എന്തേ നബിയേ? തന്റെ ഭാര്യ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ, പ്രവാചകൻ ഇരുന്ന് കരയുകയാ. അത്രയ്ക്കും സ്നേഹമായിരുന്നു ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? അതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനെ നാട് കടത്തുമ്പോ, ഊരി വിലക്കുമ്പോ ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലിലേക്ക് തന്റെ കുടുംബത്തെയും മാട്ടിയിറക്കുമ്പോ ആരും സഹകരിക്കാനോ സഹായിക്കാനോ പാടില്ല എന്ന് ഖുറൈശികൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഖദീജ, മക്കളെയും കൂട്ടി നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? ഖദീജ കോടീശ്വരിയായിരുന്നു, പട്ടിണി കിടന്നിട്ടില്ല, ദുരിതം അനുഭവിച്ചിട്ടില്ല, ദുഃഖവും ദുരിതവും എന്താണെന്നറിയില്ലോ. അതുകൊണ്ട് നീ കുറച്ചു നാള് നിന്റെ മക്കളെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഖദീജ എന്ന ഭാര്യ പറഞ്ഞതെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്നെ ഒഴിവാക്കല്ലേ നബിയേ, അങ്ങയുടെ ചാരത്ത് നിന്ന് പറഞ്ഞു വിടല്ലേ നബിയേ. മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ, പട്ടിണിയാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ. മരണസമയം വരെ, എന്റെ അവസാന നിമിഷം വരെ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവില് ചെന്നിട്ട് പച്ചില പറിച്ചതിന്റെ പെണ്ണാണ് ഖദീജ. കീഴിക്കടക്കാൻ കൂരയില്ലാതെ കിട്ടിയതിന്റെ അകത്ത് കിടന്ന് ജീവിച്ചവളാണ് ഖദീജ. മക്കളെ പോറ്റിയവളാണ് ഖദീജ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചവളാണ് ഖദീജ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നീ റോൾ മോഡലാക്കേണ്ടത് ഖദീജ ബീവിയോ? ആ ഖദീജ ബീവിയുടെ ചരിത്രം വായിച്ചു നോക്കണം പെങ്ങള്. കൊതി തോന്നും മോള്, കൊതി തോന്നും മോള്. അതുകൊണ്ട് പടന്നയിലുള്ള ഭാര്യ ഭർത്താക്കന്മാരോട് നിങ്ങൾ എങ്ങനെയാകണമെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാ പോവുകയോ? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, ഖദീജ ബീവി എവിടെ നബിയേ? ഖദീജ ബീവി എവിടെ നബിയേ? എന്തേ ജിബ്രീൽ എന്റെ ഖദീജാനെ തിരയുന്നത് എന്താണ് യാ റസൂലല്ലാഹ്? ഖദീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറയണം നബിയേ. എന്താണ് സന്തോഷ വാർത്ത എന്നറിയുമോ യാ റസൂലല്ലാഹ്? ഖദീജയ്ക്ക് സ്വർഗ്ഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയേ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വർഗ്ഗത്തിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? പടന്നയിലെ ഉമ്മമാരെ, ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരം കിട്ടാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹ് 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ജീവിച്ചു. 25 വർഷം അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ചത് 25ാമത്തെ വയസ്സില്. തന്റെ ഭാര്യയുടെ വയസ്സ് 40 വയസ്സായിരുന്നു. 40 വയസ്സുള്ള ഖദീജ ബീവിയാണ് 25കാരനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിച്ചത്. അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചത് 25 കൊല്ലമാണ്. എന്തിനാ
അല്ല സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുത്തതെന്നറിയുമോ? അതും വെറും കൊട്ടാരമല്ല. സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് അല്ലാഹുവേ ഒരു മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു കൊടുത്തു. എന്തിനാ പടന്നയിലെ പെങ്ങളെ? ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിനാ. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പ്രവാചകന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല മഹ്ദി ഖദീജ. അതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, 25 കൊല്ലം രണ്ടുപേരും ജീവിച്ചു. 65 വയസ്സായി. 65 വയസ്സായി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചൊരുങ്ങിയിട്ട് പുതുവസ്ത്രം ധരിച്ചിട്ട് 65 വയസ്സുള്ള ഉമ്മ കാത്തിരിക്കുകയാ. ഭർത്താവിന്റെ മണിയറയിൽ നിന്ന് മാറിക്കിടക്കുന്ന പടന്നയിലെ ഉമ്മയ്ക്കത് മനസ്സിലാകൂല. 65 വയസ്സുള്ള പടുവൃത്തയായ അല്ലാഹുവേ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചുരങ്ങിയിട്ട് പുതുവസ്ത്രവും ധരിച്ചിട്ട് റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്. അതാ ലോകത്തിന്റെ നേതാവ് കടന്നു വന്നു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവസാനം പ്രവാചകന്റെ മടിത്തട്ടില് തലവെച്ച് കിടന്നിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. എന്തേ ഖദീജ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നത്? എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്തൊരു പ്രകാശമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച്, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ? അവസാനം എന്റെ പ്രിയപ്പെട്ട പടന്നയിലെ ഉമ്മ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട്, നബിയേ, 25 കൊല്ലമായി ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കുന്നുണ്ട്. അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ 25 വർഷത്തിന്റെ ഇടയിൽ എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. എനിക്ക് പോകാ സമയമായി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് പൊരുത്തം ചോദിക്കുമ്പോ റസൂലുള്ളാഹ് കരയുകയാ. കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ളാഹ് തേങ്ങി തേങ്ങി കരയുകയാണ്. ഖദീജ പോവുകയാണോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണോ? എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. പറയാനൊരു കുറ്റമില്ല, പറയാനൊരു ന്യൂനതയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയോ, 25 വർഷത്തിന്റെ ഇടയിലോ നിന്നെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല ഖദീജ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിക്കുകയാ. അവിടുന്ന് ചുടുചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകന്റെ ചെവിയിൽ ചോദിച്ചു, നബിയേ, എന്റെ ഭർത്താവാണല്ലോ, ഞാൻ പോവുകയാണ് നബിയേ. എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് ചോദിച്ചു, ഖദീജ, നിന്റെ ആഗ്രഹം എന്താണ് ഖദീജ? നിന്റെ ആഗ്രഹം എന്താണ് ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. ഒരു ഭാര്യയുടെ അഭിലാഷമോ, ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് വസിയത്ത് ചെയ്യുകയാ, ഞാൻ മരിച്ചാ നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. 2, യാ റസൂലല്ലാഹ്, എന്റെ
എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ്. ആ മയ്യത്ത് പൊതിയുന്ന സമയത്ത് അങ്ങ് ധരിക്കുന്ന പുതപ്പുണ്ടല്ലോ, അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, എന്റെ കഫൻ തുണിക്കകത്ത് വെക്കണേ നബിയേ. മൂന്നാമത്തെ അഭിലാഷം എന്തെന്നറിയോ? 6 അടി മണ്ണിന്റെ അകത്തേക്ക് എന്നെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടാണ്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ. പെങ്ങളെ, ലോകത്തോട് ഖദീജ യാത്ര പറഞ്ഞു. മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോ, അവിടുത്തെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോ. കഫൻ പുതിയ സമയമായപ്പോ എപ്പോഴും ധരിക്കുന്ന പുതപ്പെടുത്തിട്ട് ചുംബനം കൊടുത്തിട്ട് ഖദീജ ബീവിയെ കഫൻ പൊതിയുകയോ. അവസാനം നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിന്റെ അകത്ത് ജനാസ ഇറക്കി വെക്കുമ്പോ തന്റെ ഭാര്യയുടെ ജനാസ കൈകൊണ്ട് വാങ്ങി ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ അകത്തിരുന്നിട്ട് പ്രവാചകനെ കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, പടന്നയിലെ ഉമ്മമാരെ, നീ ഖദീജയെ പോലെ ആകണോ, നീ ഖദീജയെ പോലെ ആകണോ, നീ റഹ്മത്ത് ബീവിയെ പോലെ ആകണോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഓരോ രാത്രി കിടക്കുമ്പോഴും നിന്റെ ഭാര്യയോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ. കാരണം ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. അതുകൊണ്ട് പെങ്ങളോ, കുടുംബജീവിതത്തിലെ സമാധാനം വേണോ, സന്തോഷം വേണോ, ആനന്ദമുള്ള ഒരു ജീവിതം വേണോ, പരസ്പരം മനസ്സിലാക്കി അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കു പെങ്ങള്. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാവരും എഴുന്നേക്ക്. 11 മണി കഴിഞ്ഞു. ബാ, ബിസ്മില്ലാ. ഇനി ഒരൊറ്റ 3 ആയത്ത് പഠിക്കാം, ദുആ ചെയ്ത് പിരിയാം. എഴുന്നേറ്റ് വാ, എല്ലാവരും മുന്നിലേക്ക് വരണം ഇൻഷാ അല്ലാഹ്. ഓടേണ്ടവർ ഓടിക്കോ, വരേണ്ടവർ വന്നോ. ഇങ്ങോട്ട് വാ, ഒന്നീ മുന്നോട്ട് വന്ന് നിൽക്കുക, അല്ലെങ്കിൽ പൊക്കോളി ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് വാ. അൽഹംദുലില്ലാ. വാ, ഇങ്ങോട്ട് വാ. എനിക്ക് കാണാനാ. നാളെ പടന്നപ്പള്ളിയുടെ ഖബർസ്ഥാനിലായിരിക്കും, ചിലപ്പോൾ കാണാൻ പറ്റൂല. വാ ഇൻഷാ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് വാ ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളൊക്കെ എഴുന്നേക്ക്. വരി ഇൻഷാ അല്ലാഹ്. പുറത്ത് നിൽക്കുന്നവർ ഒന്നുകിൽ കയറി നിൽക്കുക, അല്ലെങ്കിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോകുക. രണ്ടാലൊന്നും. ഒന്നീ മതിലിന്റെ അകത്ത് കയറി സ്വർഗത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക. രണ്ടാലൊന്ന് ചെയ്യും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബാ ബാ ഇൻഷാ അല്ലാഹ്. ഇത്തിരി പ്രാണിയുണ്ട്, കുഴപ്പമില്ല കേട്ടോ. പ്രാണിയുണ്ട്, കബറിന്റെ അകത്ത് തന്നെ കാലുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇട്ടിങ്ങോട്ട് വാ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് കാണാനാ, മുഖം കാണാനാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഓരോ രാത്രി കിടക്കുമ്പോഴും നീ നിന്റെ ഭാര്യയോട് പൊരുത്തം ചോദിക്കണം. പെങ്ങളെ, ഓരോ രാത്രി നീ നിന്റെ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കണേക്ക. നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ എന്ന് ചോദിച്ചിട്ട് നീ കിടക്കാവൂ. കാരണം രാവിലെ എഴുന്നേക്കുമെന്ന് ഉറപ്പില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു, നബിയേ, 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും തന്റെ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഖദീജ ബീബി. നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഭർത്താവിന്റെ മുന്നിൽ നീ എന്തൊക്കെ സംസാരിക്കണ പോയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പുറത്തുരുമാറാകട്ടെ. അള്ളാഹു പുറത്തുരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്തു. ഒരു പാവപ്പെട്ട കുടുംബത്തിന് സാധാരണ വഅദിനാ നടത്തുന്നത്. പക്ഷെ വഅദൊന്ന് പിന്തിക്കേണ്ടി വന്നപ്പോൾ ഉസ്താദെ 6 ലക്ഷം രൂപ കടം വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയാതെ ഈ ഹിദായത്തിന്റെ മക്കള് ഒരു പാവപ്പെട്ട കുടുംബത്തിന് മനോഹരമായി വിടും. അത് കണ്ടവരൊക്കെ പറഞ്ഞു മനോഹരം. അത് കണ്ടവരൊക്കെ പറഞ്ഞു എനിക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വർഗ്ഗം, നമ്മുടെ ഖബർ അല്ലാഹു മനോഹരമാക്കി തരുമാറാകട്ടെ. 6 ലക്ഷം രൂപ കടമുണ്ട്. ഇത് നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവരുടെ കയ്യിൽ നിന്നെങ്കിലും കൊടുത്തിട്ട് അത് വീടും.